T-Rex വീഡിയോ. നമ്മളിന്നൊരു ന്യൂ ഗെയിമായിട്ടാണ്. ഇതൊരു സൂപ്പർമാൻ്റെ ഗെയിം എന്നാണ് തോന്നുന്നു. നമുക്ക് കളിച്ചു തുടങ്ങാം. വേഗം. ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വേറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഗൈസ്, ഒരു സംശയം, ഞാൻ ഒരു വീഡിയോയിൽ മറ്റേ ഇതെന്താ റമ്മി ഫാഷനോ? പക്ഷേ നിങ്ങൾ കളിക്കുന്ന നല്ല ഗെയിമിലും ഏതെങ്കിലും ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ സ്ഥലത്തൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടിരിക്കുന്നു നമ്മുടെ റമ്മി ഫാഷൻ്റെ. സാബു ചേട്ടനൊരു ചോദിച്ചു നോക്കെ എന്താണ് കാര്യം. സാബു ചേട്ടൻ ഇവിടുത്തെ എല്ലാ വിശേഷമൊക്കെ അറിയിക്കുന്ന ആളായതുകൊണ്ട് അത് സാബു ചേട്ടൻ എന്നെ അറിയാൻ പറ്റും. ഈ സൂട്ടൊക്കെ നമുക്കത് സാബു ചേട്ടനെ കാണാനില്ലല്ലോ. സാബു ചേട്ടൻ അല്ല, സാബു ചേട്ടൻ ഇവിടെ എന്താ റമ്മിയുടെ ഫ്ലക്സൊക്കെ എടുത്ത് വച്ചിരിക്കണത്? അതോ മക്കളെ, അതിവിടെ റമ്മി ഫാഷൻ്റെ ഒരു ഗിവ് അവേ നടക്കുകയാണ്. ഒരു ഹെലികോപ്റ്റർ എടുക്കണം. അയ്യോ സാബു ചേട്ടാ, മക്കളെ എനിക്കൊന്നും കുഴപ്പമില്ല. ആ ഹെലികോപ്റ്റർ എടുത്ത് ഗൈസ്, ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് പോയി. എനിക്കൊന്നും ഓർമ്മയില്ല ഗൈസ്. നാശം ഗൈസ്. ഓരോ ഗെയിമുകളായിട്ട് നമ്മുടെ യൂട്യൂബിൽ കയറിയായിരുന്നു. ആൾക്കാർക്ക് ഇത്തിരി ഗൈസ്, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിരുന്നെങ്കിൽ സോറി കേട്ടോ. നമ്മുടെ സാബു ചേട്ടൻ എന്താ ബോധം എന്തോ കേട്ടോ. ഇതെന്താ പുതിയതായിട്ട് ഇന്നത്? സാബു ചേട്ടാ, എന്നെ അടിക്കല്ലേ, നീ ഒരു ദുഷ്ടനാണ്. എടാ സൂപ്പർ ഹീറോ, നീ എൻ്റെ അടുത്ത് നിന്ന് പോയിക്കോ. എനിക്കൊരു ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. സാബു ചേട്ടാ, ആരെങ്കിലും എന്നെ ജസ്റ്റ് തട്ടിയാൽ മതി, ഞാൻ അയാളെ കൊല്ലാൻ പോകും. എന്താ സാബു ചേട്ടാ പറ്റിയത് നിങ്ങൾക്ക്? അതിപ്പോൾ പറയാൻ സമയമില്ല. ആ ഹെലികോപ്റ്റർ എടുത്താൽ നല്ലത്. അവിടെ അതിൻ്റെ അകത്താണ് എൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നത്. സാബു ചേട്ടാ, എനിക്ക് പറന്ന് പോകണ്ട. ഏതെങ്കിലും കാറ് പോയാൽ മതി സാബു ചേട്ടാ. ഞാൻ കാറിൽ പോകുന്ന സാബു ചേട്ടാ, എനിക്കിട്ട് നല്ല കാറാണ്. എടാ സൂപ്പർ ഹീറോ, നീ എന്നെ ഇടിച്ചിട്ടിട്ട് പോയിക്കോ. അതിന് മുമ്പ് സാബു ചേട്ടൻ തീരും. എന്നാ ഗൈസ്, നമ്മളിപ്പോൾ സാബു ചേട്ടൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആർമിയുടെ എവിടെയാണ്? അയ്യോ ആർമിയോ ഗൈസ്, ഇപ്പം തന്നെ കേൾക്കുമ്പോൾ പേടിയാണ്. കൊള്ളാം കേട്ടോ ഈ സോങ്. ഈ വണ്ടിക്കാന്നില്ല അത്ര സ്പീഡൊന്നും ഇല്ലാത്ത സൂപ്പറോ അല്ലേ ഇറങ്ങി പറപ്പിച്ചോ. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ട ഗൈസ് ഈ വണ്ടി പോകുന്നവരെ. അതുകൊണ്ടാണ് കേട്ടോ സംശയം. ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ ഹെനോ പോയപ്പോൾ നമുക്കൊരു ഇത് പറ്റിയിട്ടുണ്ട് ഗൈസ്. ഹെനയാണെങ്കിൽ ഒരു ദിവസം എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. കൊന്നിട്ടില്ല, പക്ഷേ ഞാൻ ഇൻഫിനിറ്റായിട്ട് വന്നിട്ടുണ്ട് തിരിച്ച്. അത് വേറെ കാര്യം ഗൈസ്. അതാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഒരു എൻ്റെ അനിയത്തിയുടെ സൗണ്ടാണ്. അത് കുറുമാണ് ഗൈസ്. എന്താണ് ഗൈസ് പരസ്യം ചുമ്മാ. നെറ്റ് ഓഫ് ചെയ്ത ഇപ്പം റെക്കോർഡിംഗ് ഒക്കെ പോവായിരുന്നു ഗൈസ്. എൻ്റെ അനിയത്തി റൂമിൽ മനപ്പുറം കയറി വന്നതാണ്. നിങ്ങൾക്ക് സോറി കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ സൗണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കും അത് കുഴപ്പമില്ല ഗൈസ്.
നമ്മുടെ ആർമി സ്ഥലം എത്തിയിട്ടുണ്ട്. ഗൈസ് നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിൽ റെക്കോർഡൊക്കെ ഡിലീറ്റ് ആക്കിയായിരുന്നു ഞാൻ റെക്കോർഡൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ആ പാർട്ട് ഇടാതെ ഇരുന്നത്. ആ പാർട്ടാണ് ഇത്. ഗൈസ് ഞാൻ സംസാരിച്ച് വണ്ടി നേരെ പോവാതെ ഇത് നമുക്ക് നേരെ തന്നെ വണ്ടീനെ പറപ്പിച്ച് വിടാം. പക്ഷെ പറപ്പിക്കാൻ ഇതിൽ സ്പീഡൊന്നുമില്ല. നമുക്ക് സൈഡ് വഴി വരെ പോവാം. ഗൈസ് നമ്മുടെ സ്ഥലമെത്തി. ഗൈസ് ഇവിടെയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസ പറഞ്ഞാലും സ്ഥാപിച്ചേട്ടാ എല്ലാവരും മറ്റേ നമ്മുടെ ഇതിൻ്റെ അടുത്തൊക്കെ വരും. റമ്മി ബസ്സിൻ്റെ ഫ്ലൈറ്റ് എടുത്താൽ മതി. ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ നിന്ന്. ഗൈസ് ഹെലികോപ്റ്റർ വരുന്നു. ഗൈസ് സാബുചേട്ടൻ്റെ സക്സസ് ആയി. സക്സസ് നമ്മുടെ മിഷൻ സക്സസ് ആയി. പിന്നെ നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് പോവുക. നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ സാബുചേട്ടൻ്റെ അടുത്ത് പോകാം. പക്ഷെ ഇപ്പോൾ സാബുചേട്ടൻ ഹോസ്പിറ്റലാണ്. അത് നിങ്ങളുടെ പറയണ്ടല്ലോ, നിങ്ങൾ വീഡിയോയിൽ തന്നെ കേട്ടതായിരിക്കും. എന്നാൽ നമുക്ക് ഇത്ര നേരം റെക്കോർഡ് എഡിറ്റ് ചെയ്താൽ മതി.